Need a deliverance. In the mighty name of Jesus. Come and Lord, be our soul. Out from the enemy. A new way of അനുഗ്രഹീതമായ ഈ പകൽവേളയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ സന്തോഷമുണ്ട് ഇന്ന് പകൽ നിങ്ങളോടൊന്നിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ഇടയായത്. പലയിടങ്ങളിൽ കടന്നുപോയി കർത്താവിൻ്റെ ശുശ്രൂഷകൾ ചെയ്യുവാൻ, ദൈവത്തിൻ്റെ മഹത്വമായ നാമത്തിൻ്റെ സാക്ഷ്യം വഹിപ്പാനൊക്കെയും കർത്താവ് ഇടയാക്കി. 3 മാസത്തോളം പര്യടനം പൂർത്തിയാക്കി ഞങ്ങളുടെ നാട്ടിൽ കടന്നു വന്ന സമയത്താണ് വൈഫ് പറഞ്ഞ സംഭവം ഉണ്ടായത്. 2 കൈയും ഫ്രാക്ചറായിട്ട് വളരെ പ്രയാസം അനുഭവിച്ച ഒരു സാഹചര്യം ഉണ്ടായെങ്കിലും അതിനപ്പുറത്ത് ദൈവം വലിയ വിടുതലുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി തന്നിട്ടുണ്ട്. അതുകൊണ്ട് യാതൊരു ഖേദവും പരിഭവവും ഒന്നുമില്ല. സ്വന്തം ദൈവം ചെയ്യുന്നതെല്ലാം നന്നായി ചെയ്യുന്നു, നന്മയ്ക്കായി ചെയ്യുന്നു. അത് പ്രാർത്ഥനയോടെ ദൈവത്തിലായിരിക്കാം. യോവേൽ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 22 മുതലുള്ള വാക്യങ്ങളാണ് വായിക്കേണ്ടത്. ആരെങ്കിലും ശബ്ദമൂർത്തി ഒന്ന് വായിച്ചു. വയലിലെ മൃഗങ്ങളെ ഭയപ്പെടേണ്ട, മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പച്ചവയ്ക്കുന്നു, വൃക്ഷം ഫലം കായ്ക്കുന്നു, അത്തിവൃക്ഷവും മുന്തിരിവള്ളിയും അനുഭവപുഷ്ടി നൽകുന്നു. സിയോൻ മക്കളെ ഘോഷിച്ചെത്തിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയിൽ സന്തോഷിക്കുകയും അവൻ തക്ക അളവായി നിങ്ങൾക്ക് മുൻമഴ തരുന്നു. അവൻ മുമ്പേ പോലെ നിങ്ങൾക്ക് മുൻവഴിയും പിൻവഴിയുമായ വർഷം വേയിച്ചു തരുന്നു. അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും, ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് കവിയും. ഞാൻ നിങ്ങളുടെ അയച്ചിരിക്കുന്ന എന്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നു നടന്ന സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. നിങ്ങൾ വേണ്ടുവോളം തിന്ന് തൃപ്തരായി നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കും. എന്റെ ജനം ഒരു നാൾ ലജ്ജിച്ചു പോവുകയുമില്ല. ഞാൻ ഇസ്രായേൽ നടുവിലുണ്ട്, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ, മറ്റൊരുത്തരുമില്ല എന്ന് നിങ്ങളറിയും. എന്റെ ജനം ഒരു നാൾ ലജ്ജിച്ചു പോവുകയുമില്ല. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. ഇന്ന് പകൽ നമുക്ക് വിശ്വസിക്കാം, എന്റെ ദൈവം എന്നെ ലജ്ജിപ്പിക്കുന്നവനല്ല, ഞാൻ ലജ്ജിച്ചു പോകാൻ ദൈവം സമ്മതിക്കുകയില്ല. എത്ര പേർക്ക് ആ വാക്കൊന്ന് ഏറ്റു പറയാൻ കഴിയും? ഞാൻ ലജ്ജിച്ചു പോകുകയില്ല. എന്റെ ദൈവം എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ലജ്ജിച്ചു പോകുവാൻ എന്റെ ദൈവം സമ്മതിക്കയില്ല. യഥേഷ്ടം സഞ്ചരിക്കുവാൻ കടിഞ്ഞാറില്ലാത്ത ഒരു കുതിരയെ പോലെ അഴിച്ചുവിടുന്ന ഒരു ജീവിതമായിരിക്കും നമ്മുടെ ആത്മീയ ജീവിതം. അത് വളരെ നിയന്ത്രണത്തിൽ കൊണ്ടുപോകേണ്ടതാണ്. അത് ദൈവഹിതപ്രകാരം മുന്നോട്ട് നയിക്കേണ്ടതാണ്. അല്ല എങ്കിൽ നാം കൈവിടപ്പെട്ടു പോകാനുള്ള സാധ്യതയാണ് മുമ്പിലുള്ളത്. അതുകൊണ്ട് ദൈവമക്കളെ സൂക്ഷ്മതയോടെ കർത്താവിനെ സേവിക്കുന്നവരായി ദൈവജനം തീരണം. ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം നമ്മുടെ മേൽ തരുവാൻ ദൈവം തന്റെ ജനത്തിന് എന്തെല്ലാം വാഗ്ദത്തം ചെയ്തോ, എന്തെല്ലാം നൽകിയോ, അതെല്ലാം ശ്രേഷ്ഠമായതായിരുന്നു. ഒന്നും മോശപ്പെട്ടതില്ല. ദൈവം ചെയ്തതെല്ലാം നല്ലതാണ്. കർത്താവിന്റെ ശുശ്രൂഷയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ്, അവൻ സകലവും നന്നായി ചെയ്തു. ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം ചെയ്ത പ്രവർത്തികളെല്ലാം പൂർണ്ണതയുള്ളതായിരുന്നു. അത് നല്ലതായിരുന്നു. അവൻ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവമല്ല. ഇന്ന് നമുക്ക് തിന്മ ഭവിക്കുന്നുവെന്ന് തോന്നിയാലും പിന്നത്തേതിനെ അനുഗ്രഹമാക്കി തീർക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഏത് പരിശോധനയിലൂടെയോ ഏത് വേദനയിലൂടെയോ ഇന്ന് നീ കടന്നു പോകുന്നുണ്ടോ, അതിനപ്പുറമായി നിന്നെ ആത്മീയമായ നിലയിൽ ഉയർത്തിയെടുത്ത് കർത്താവിന് ഉപയോഗപ്രദമാക്കി തീർക്കേണ്ടത് ദൈവം നിന്നെ രൂപാന്തരത്തിലേക്ക് ആ വിഷയം നടത്തുവാനിടയായിത്തീരുന്നുവെന്ന് ദൈവമക്കൾ മനസ്സിലാക്കണം. ഇത് നമുക്ക് പ്രയാസമായി തോന്നും. രോഗമോ പ്രയാസമോ കഷ്ടങ്ങളോ വേദനകളോ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും പറഞ്ഞുകൊണ്ട്, കർത്താവ് എനിക്ക് മാത്രം എന്താ ഇങ്ങനൊക്കെ, ഞാൻ ഈ പ്രാർത്ഥിച്ചിട്ട് എന്താ നീ മറുപടി തരാത്തത്?
എന്റെ കഷ്ടത എന്താ മാറാത്തത്? എത്ര നാളായി ഞാൻ ഈ ജീവിതത്തിൽ ഈ പ്രാരാബ്ദങ്ങൾ അനുഭവിക്കുന്നു എന്ന് പലപ്പോഴും നിരാശയോടുകൂടി പറഞ്ഞു പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം. എന്നാൽ സൂക്ഷിച്ചു കൊള്ളുക, നിന്റെ വാ കൊണ്ട് നീ പിറുപിറുക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നിന്നെ നടത്തുന്നത് ചൊവ്വയുള്ള പാതയിലാണ്. വേണ്ടി അത് ചോദിച്ചാൽ പാർപ്പാൻ തക്ക പട്ടണത്തിൽ നീ ചെല്ലേണ്ടതിനു വേണ്ടി അവൻ നിന്നെ ചൊവ്വയുള്ള ദൈവത്തിന്റെ ചൊവ്വയുള്ള വഴിയിലാണ് നീ നടക്കുന്നത്, നിന്റെ ഹിതപ്രകാരമുള്ള വഴികളിലല്ല. സ്തോത്രം. ഇവിടെയാണ് ഒരു കോൺട്രാഡിക്ഷൻ ഉള്ളത്. നാം തിരഞ്ഞെടുക്കുന്ന വഴികളിലൂടെ സഞ്ചരിച്ച് ദൈവത്തിന്റെ പട്ടണത്തിൽ എത്തണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് സാധ്യമല്ല. സ്തോത്രം. ദൈവം നടത്തുന്ന വഴികളിലൂടെ പോയി ദൈവം ഒരുക്കിയിരിക്കുന്ന പട്ടണത്തിലാണ് നമ്മൾ ചെല്ലുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഈ ഒരു വിഷയം ദൈവമക്കൾ മനസ്സിലാക്കണം. എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമുള്ള വഴികളിലാണ്. പ്രൈസ് ഗോഡ്. ആ ഒരു കാഴ്ചപ്പാടിൽ ക്രിസ്തീയ ജീവിതത്തെ ഒന്ന് മോഡിഫൈ ചെയ്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാൽ ഒരുപാട് പരാതികൾ കുറഞ്ഞിരിക്കും ജീവിതത്തിൽ. സ്തോത്രം. ദൈവത്തോട് പിറുപിറുക്കുന്നവരായിത്തീരുന്നത്. മരുഭൂമിയിൽ 30 ലക്ഷം ജനങ്ങളുള്ള എല്ലാവരും ശവങ്ങളായി വീഴാനുള്ള കാരണം വചനത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അവർ പിറുപിറുത്തു. സ്തോത്രം. പിറുപിറുത്തതാണ് അവരുടെ ജീവിതത്തിൽ പരാജയമായി തീർന്നത്. സ്തോത്രം. നമ്മുടെ വേദനകളുടെ നടുവിൽ നാം എന്തു പറയുന്നു എന്ന് കേൾക്കാൻ ദൈവം അടുത്ത് നിൽപ്പുണ്ട് കേട്ടോ. സ്തോത്രം. ഒരു വാക്കുപോലും ദൈവത്തിന് ഇഷ്ടമില്ലാത്തതിന്റെ വായിൽ നിന്ന് വരാനിടയാവരുത്. നാം യോബിന്റെ ജീവിതത്തെ കുറിച്ച് ഇങ്ങനെയാണ് പരിശുദ്ധ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, വായിക്കുന്നത്. ഇവയാൽ ഒന്നും ഇത് യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല. സ്തോത്രം. സർവശക്തൻ നന്മ തരുന്നല്ലോ, തിന്മയും സ്വീകരിക്കരുതോ എന്നാ ചോദിക്കുന്നത്. മക്കൾ മരിച്ചു കിടക്കുമ്പോൾ അവരുടെ മുമ്പിൽ നിന്ന് പറയുന്നത് യഹോവ തന്നു, യഹോവ എടുത്തു, അവിടുത്തെ തിരുനാമം മഹിമപ്പെടുമാറാകട്ടെ എന്നാണ്. സ്തോത്രം. ജീവിതത്തിന്റെ കഷ്ടതയുടെ നെല്ലിപ്പലക കണ്ടുകൊണ്ടിരിക്കുമ്പോഴും അതിന് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന വാക്കുകളാണ് യോബ് ജീവിതത്തിൽ പറഞ്ഞതെന്ന് ഓർക്കുക. അതിന്റെ അയൽപക്കത്ത് പോലും എത്താത്ത ചെറിയ വിഷയങ്ങളുടെ മുമ്പിൽ നമ്മൾ പലപ്പോഴും ദൈവത്തിനെതിരായി പിറുപിറുത്തു പോകുന്നുണ്ടെങ്കിൽ അത് ദൈവവൈതലേ, അതൊരു വലിയ പാപമാണ് നീ ദൈവത്തോട് ചെയ്യുന്നത്. സ്തോത്രം. അത് ഏറ്റു പറയണം. അത് കുറവാണെന്ന് മനസ്സിലാക്കണം. ഒരക്ഷരം പോലും നീ ദൈവത്തിനെതിരായി എന്റെ ജീവിതത്തിൽ ഇങ്ങനെ നീ ചെയ്തല്ലോ ദൈവമേ എന്ന് ദൈവത്തോട് പറയാനിടയാവരുത്. അല്ലെ ദൈവത്തിന്റെ ഹിതമാണ് നടക്കുന്നത്. ഇതില് നന്മ എന്താണെന്ന് ഇന്ന് നിനക്ക് മനസ്സിലാവത്തില്ല, പക്ഷെ ദൈവം വെളിപ്പെടുത്തുന്ന ഒരു ദിവസമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അനേക ഉദാഹരണങ്ങൾ തിരുവചനത്തിലുണ്ട്. ഹല്ലേലൂയ. എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചു എന്ന് ഒരു സമയത്ത് അറിയാൻ പറ്റില്ലെങ്കിലും പിന്നത്തേതിൽ അറിയും. സ്തോത്രം. പല കാര്യങ്ങളും നമുക്ക് ഈ ലോകത്തിൽ വെച്ച് മനസ്സിലാക്കാൻ കഴിയാത്തതുണ്ട്. അത് കർത്താവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാകാൻ പോകുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ഈ വിഷയങ്ങളിലേക്കല്ല പോകുന്നത്. ഹല്ലേലൂയ. വായിച്ച വാക്യത്തിലേക്ക് കടന്നു വരട്ടെ. ദൈവം തന്റെ ജനത്തിന് അനുഗ്രഹം ചൊരിയുന്നതും അന്ത്യകാലത്ത് ദൈവം തന്റെ ജനത്തെ എങ്ങനെ നടത്തുമെന്നുമുള്ള ചില വാഗ്ദത്തങ്ങളാണ് ഈ വാക്യങ്ങളിലൂടെ വായിപ്പാനിടയായത്. കുറെ വാക്യങ്ങൾ വായിച്ചെങ്കിലും അതിൽ നിന്ന് എന്ത് പറയാൻ അല്ലെങ്കിൽ സമയമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ചില കാര്യങ്ങൾ ദൈവാത്മാവന്റെ നാവിൽ തരുന്നത് മാത്രം നിങ്ങളുമായി പങ്കുവെച്ച് ശുശ്രൂഷകൾ അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 22-ാമത്തെ വാക്യം 21 മുതൽ നമ്മൾ വായിച്ചാൽ ഇങ്ങനെയാണ്. ദൈവം ദേശത്തോട് സംസാരിക്കുകയാണ്. ദേശമേ ഭയപ്പെടേണ്ട, ഘോഷിച്ച് ഉല്ലസിക്ക, യഹോവ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. പിന്നെ രണ്ടാമത് പറയുകയാണ്, വയലിലെ മൃഗങ്ങളെ ഭയപ്പെടേണ്ട, മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ ഭക്ഷണിക്കുന്നു. 23-ാം വാക്യത്തിൽ പറയുന്നു, സിയോൻ മക്കളെ ഘോഷിച്ചുല്ലസിപ്പീൻ, യഹോ യെസ് നിങ്ങളുടെ ദൈവമായ യഹോവയിൽ സന്തോഷിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. അനേക പ്രതിസന്ധികളിലൂടെ അവർ മുന്നോട്ട് പോയതാ. നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവർ ഏതെല്ലാം നിലകളിലുള്ള പരാജയങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ നാം വായിക്കുന്നു, തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു, വെട്ടുക്കിളി ശേഷിപ്പിച്ചത് വീട്ടിൽ തിന്നു, വീട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു. സ്തോത്രം. ഇങ്ങനെ ഫലമുള്ളതെല്ലാം, പച്ചയായതെല്ലാം, ഗുണമായി വരേണ്ടതെല്ലാം തിന്ന് നശിപ്പിച്ച് വരൾച്ചയും ദാരിദ്ര്യവും ക്ഷാമവും കൊണ്ട് നിറഞ്ഞ ഒരു ദേശത്തിന്റെ
മുഖചിത്രമാണ് ആദ്യ വാക്യങ്ങൾ നമുക്ക് നൽകുന്നത്. ഇങ്ങനെ കഷ്ടതയിലായിരിക്കുന്ന ആ ജനം നിലവിളിക്കുന്ന നിലവിളിയും അവരുടെ അനുഭവങ്ങളും എന്തുകൊണ്ട് ഇങ്ങനെ വന്നിരിക്കുന്നു എന്നതിന്റെ കാരണങ്ങളുമെല്ലാം 1-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ വ്യക്തമായി എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഒറ്റ വാക്കി പറഞ്ഞാൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഭൂമിയുടെ മുകളിൽ ഉണ്ടോ അതെല്ലാം നശിപ്പിക്കാൻ പറ്റിയ ഒരു ഗ്രൂപ്പാണിത്. സ്തോത്രം. അതിന്റെ കയ്യിൽ നിന്ന് ഒന്നും ഒഴിഞ്ഞു പോകത്തില്ല. ചിലത് കാണും, ചിലത് കാണത്തില്ല. 4 വിധ സൈന്യത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. വെട്ടുക്കിളി, വിട്ടിൽ, തുള്ളൻ, പച്ചപ്പുഴു. ഈ 4 കൂട്ടിനും കൂടെ കൂടിക്കഴിഞ്ഞാൽ ഏത് വൻ വൃക്ഷമായാലും അതിന്റെ തായ്വേരടക്കാൻ മുഴുവൻ കരിഞ്ഞു പോകാൻ അത് മതി. സ്തോത്രം. ഇവ ഇസ്രായേൽ ജനത്തിന്റെ നടുവിലേക്ക് ഒരു ബാധ പോലെ ദൈവം അയച്ചു. എന്തിനു വേണ്ടിയാന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, എന്റെ ജനം മടങ്ങി വരണം. അതിനുവേണ്ടി ദൈവം തന്റെ ജനത്തെ സന്ദർശിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ, എന്റെ ജനം എങ്കിലേക്ക് മടങ്ങി വരണം. അല്ലാതെ ജനത്തെ പീഡിപ്പിക്കുവാനോ വേദനിപ്പിക്കുവാനോ ദൈവത്തിന് ആഗ്രഹമില്ല. ഏത് വിഷയം ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടോ അതിന്റെ പുറകിൽ ഒരൊറ്റ ഒരു ദൈവീയ ഉദ്ദേശമേ ഉള്ളൂ, എന്റെ ജനമെങ്കിലേക്ക് മടങ്ങി വരണം. ഇതിന് അവർ തയ്യാറുമല്ല. എന്ത് നാശം വന്നാലും ഞങ്ങൾ സഹിക്കാൻ തയ്യാറാണ്. ഞങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരികെയില്ലെന്നുള്ള കടുംപിടുത്തത്തിൽ പോവുകയാണ് ഇസ്രായേൽ മക്കൾ. സന്ദർഭങ്ങളിലായി ദൈവം അവരെ സന്ദർശിക്കുകയാണ്. ഓരോ ബാധകൾ അയക്കുന്നത് പോലെ ഈ പ്രശ്നങ്ങൾ കടന്നു ചെല്ലുമ്പോഴും അവർ വീണ്ടും കഠിനപ്പെടുന്നതല്ലാതെ കർത്താവിലേക്ക് കടന്നു വന്നില്ല. 2ാമത്തെ ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 12 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: വയലിലെ വിളവ് നശിച്ചുപോയി, മുന്തിരിവള്ളി വാടിപ്പോയി, അത്തിവൃക്ഷം ഉണങ്ങി, മാതളം, ഈന്തപ്പഴം, നാരകം മുതലായ പറമ്പിലെ സകല വൃക്ഷങ്ങളും ഉണങ്ങിപ്പോയിരിക്കുന്നു. സ്തോത്രം. പിന്നെ പറയുന്നു, ആനന്ദം മനുഷ്യരെ വിട്ടു മാഞ്ഞുപോയി, പുരോഹിതന്മാരെ ഏറ്റെടുത്ത് വിലപിപ്പീൻ, യാഗപീഠത്തിന്റെ ശുശ്രൂഷകരെ മുറയിടുവീൻ, എന്റെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരെ ഭോജനയാകവും ബാലിയാകവും നിങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിൽ മുടങ്ങിപ്പോയിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഏറ്റെടുത്ത് രാത്രി കഴിച്ചു കൂട്ടുവീൻ, ഒരു ഉപവാസ ദിവസം നിശ്ചയിപ്പീൻ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഇനി 6ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 6-ാം വാക്യം 1:6. യെസ്. അതിന്റെ പല്ല് സിംഹത്തിന്റെ പല്ല്, സിംഹിയുടെ അണപ്പല്ല് അതിനുണ്ട്. അടുത്തത്, അതെന്റെ മുന്തിരിവള്ളിയെ ശൂന്യമാക്കി. സ്തോത്രം. ദൈവത്തിന്റെ തോട്ടത്തിലെ ദൈവം നട്ടിട്ടുള്ളവയെ നശിപ്പിക്കുന്ന ഒരു കൂട്ടം മുന്തിരിവള്ളിയെ ശൂന്യമാക്കി, അത്തിവൃക്ഷത്തെ എന്ത് ചെയ്തു? ഒഴിച്ചു കളഞ്ഞു. അടുത്തത്, അതിന്റെ അടുത്ത ഭാഗം, അതിനെ മുഴുവനും തോലുരിച്ച് എറിഞ്ഞു കളഞ്ഞു. അതിന്റെ കൊമ്പുകൾ വെളുത്തുപോയിരിക്കുന്നു. മതി. അത്തിവൃക്ഷത്തിന്റെ കൊമ്പ് തോലുരിഞ്ഞ് എറിഞ്ഞു കളഞ്ഞു, അത്തിവൃക്ഷത്തെ ഒടിച്ചു കളഞ്ഞു. അതിന്റെ കൊമ്പുകളെല്ലാം വെളുത്തുപോയിരിക്കുന്നു. ഈ പറയപ്പെട്ടവയൊക്കെയും അതിനമേൽ ആവസിച്ചപ്പോൾ അതിന്റെ പല്ലിനാൽ ഇവയൊക്കെയും ഈ സ്ഥിതിയിലേക്ക് വന്നു. തിന്ന് വെളുപ്പിച്ച എല്ലാ അനുഗ്രഹങ്ങളും പോയി. ഇനി ഒരു ഗുണവുമില്ല. അതിന്റെ കൊമ്പുകളെ ഒടിച്ച് എറിഞ്ഞു കളഞ്ഞിരിക്കുന്നുവെന്നാ വായിച്ചത്. അത്തിവൃക്ഷത്തിന്റെ കൊമ്പുകളെ ഒടിച്ച്. അത്തി എന്താണ്? യഹൂദ ജാതിയ. സ്തോത്രം. ദൈവത്തിന്റെ തോട്ടത്തിൽ നട്ടതാണതിനെ. ദൈവത്തിന്റെ സ്വന്തം ജനം. ഈ സ്വന്തം ജനത്തെ വെളുപ്പിച്ച് അതിന്റെ കൊമ്പുകൾ ഒടിച്ച് എറിഞ്ഞ് കളയുന്ന അല്ലെങ്കിൽ കളഞ്ഞ ഒരവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നുവെന്നുള്ള ദുഃഖ സത്യമാണ് ഈ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ പ്രിയ സഹോദരി പറഞ്ഞല്ലോ, വായിച്ചല്ലോ, യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായത്തിൽ
അസ്ഥി താഴ്വരയിലേക്ക് പ്രവാചകനെ കൊണ്ടുപോയിട്ട് യഹോവയുടെ അരുളപ്പാട് അറിയിച്ച വിഷയം ആ വാക്യത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന്റെ പ്രവൃത്തി എങ്ങനെയാണ് ആ അസ്ഥികളുടെ മേൽ വ്യാപരിച്ചതെന്ന്. ഏറ്റവും ഉണങ്ങിയിരുന്ന ആ അസ്ഥികളെ കുറിച്ച് ഹല്ലേലൂയ ഒരു പ്രതീക്ഷയും പറയാൻ പ്രവാചകൻ ഉണ്ടായിരുന്നില്ല. സ്തോത്രം. പ്രവാചകനോട് ദൈവം ചോദിച്ചു, ഈ അസ്ഥികൾ ജീവിക്കുമോ? മറുപടി ഇതാണ്, യഹോവേ അങ്ങറിയുന്നു. സ്തോത്രം. ഈ അസ്ഥി ജീവിക്കേണ്ട സമയമെല്ലാം കഴിഞ്ഞു. ജീവിക്കണമെങ്കിൽ പണ്ടേ ജീവിക്കണമായിരുന്നു. ഇപ്പോൾ അത് ഏറ്റവും ഉണങ്ങിയിരിക്കുകയാണ്. യഹൂദ ജാതി എന്ന ഈ അസ്ഥി കഷണങ്ങൾ താഴ്വരകളിൽ, ഒന്നുകൂടെ പറഞ്ഞാൽ മരണത്താഴ്വരകളിൽ, ശവക്കോട്ടകളിൽ ചിതറിക്കിടക്കുന്നത് പോലെ അങ്ങിങ്ങായി ചിതറിക്കിടക്കുകയാണ്. അത് കണ്ടുകൊണ്ടാണ് ദൈവം ചോദിക്കുന്നത്, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഹല്ലേലൂയ. ശത്രു മുടിച്ച് അശേഷമില്ലാതെയാക്കിയിരിക്കുന്ന, ഒരിക്കലും എഴുന്നേറ്റ് വരാത്ത വിധം ചിതറിച്ചു കളഞ്ഞിരിക്കുന്ന ഈ അസ്ഥികളെ കുറിച്ച് ദൈവത്തിന് കൺസേൺ ഉണ്ടെന്നാണ് ഇന്ന് ഞാൻ പറയാൻ വരുന്നത്. വെളുപ്പിച്ച് എറിഞ്ഞു കളഞ്ഞ കൊമ്പുകൾ ഉണ്ടല്ലോ, കൊമ്പുകളെ ദൈവം വിട്ടുകളയാൻ തയ്യാറല്ലോ. യഹൂദന്റെ ഉണങ്ങിയ അസ്ഥികളെ വെളുത്ത നിലയിൽ പ്രവാചകൻ കണ്ടുകൊണ്ട് പറയുകയാണ്, ഇത് തുള്ളനും വിട്ടുകിളിയും പച്ചപ്പുഴവും വിട്ടിലും നിന്ന് ഈ പരുവമാക്കി അത് ഉണങ്ങി ഒടിഞ്ഞു ഏറ്റവും വികൃതമായ രൂപത്തിൽ അവിടെയായി ചേർന്ന് കിടക്കുന്നു, വെളുത്തവറും മരക്കരണങ്ങൾ പോലെ. സ്തോത്രം. ഈ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുന്ന ഈ വെളുത്ത കൊമ്പുകളെ, അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ ഈ അസ്ഥി കഷണങ്ങളെ വിട്ടുകളയാൻ ദൈവം തയ്യാറല്ല. ദൈവം ഒരു ഇടവേളയ്ക്ക് ശേഷം ആ അസ്ഥികളെ സന്ദർശിക്കുകയാണ്. അന്ന് പകൽക്കാലം ദൈവാത്മാവിൽ എനിക്ക് വിളിച്ചു പറയാനുള്ളത്, അവൻ നിന്നെ വിട്ടുകളയുന്നത് നിന്നെ ഏത് നിലയിൽ ഒതുക്കുവാൻ ശ്രമിച്ചാലും, അലലിയ തൊലി ഉരിഞ്ഞ് അലലിയ ഉണക്ക കഷണം പോലെ നിന്നെ എറിഞ്ഞു കളയുവാൻ ശ്രമിച്ചാലും അവിടെയും ഇറങ്ങി വരാൻ കഴിവുള്ള, അതിനെ സന്ദർശിക്കുവാൻ മനസ്സുള്ള ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് ഇന്ന് നീ ആയിരിക്കുന്നുവെന്ന് മനസ്സിലാക്കണം. അവൻ നിന്നെ സന്ദർശിക്കുന്ന ഒരു ദിവസമുണ്ട്. അവൻ ഇറങ്ങി വരും. തേടി അവൻ ഇറങ്ങി വരുന്ന ഒരു ദിവസമുണ്ട്. അവൻ ഇറങ്ങി വരും. താഴ്വരയിൽ അവൻ ഇറങ്ങി വരും. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി നിവർത്തിക്കേണ്ടതിന് വേണ്ടി അവൻ അസ്ഥികളെ തേടി വരികയാണ്. പ്രവാചകനെ ദൈവത്തിന്റെ ആത്മാവ് നിർബന്ധിച്ച താഴ്വരയിലേക്ക് പറഞ്ഞു വിടുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. യഹോവയുടെ കൈ എന്റെ മേൽ വന്നു. നമ്മൾ അധ്യായത്തിന് ആദ്യം വായിക്കുമ്പോൾ സ്തോത്രം, യഹോവയുടെ കൈ എന്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുവിൽ നിർത്തി. ഒരു ആഗ്രഹമൊന്നും പ്രവാചകനില്ല അവിടെ ചെല്ലാൻ, ആർക്കുമില്ല. ഒരു ഗുണവും ഇല്ല, ഒരു മീറ്റിംഗും കിട്ടത്തില്ല, ഒരു നന്മയുണ്ടാവത്തില്ല, എന്നാ പ്രസംഗം കേൾക്കാനോ കൈയടിക്കാനോ അവിടെ ആരുമില്ല. സ്വത്രം. അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന താഴ്വരയിൽ പ്രവാചകനെ ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ കൊണ്ടുപോയി അവിടെ നിയോഗിച്ച് അവിടെ നിർത്തിയിട്ട് ഒരു ചോദ്യം, ഇത് നീ കാണുന്നു, ഇവ ജീവിക്കും. ഉത്തരവൊന്നുമില്ല, പക്ഷെ ദൈവം വിടുന്നില്ല. അടുത്ത വിഷയം ദൈവം കൊണ്ടുവരിക. എന്താ പറയുന്നത്? നീ എന്ത് ചെയ്യണം? സ്ത്രീകളോട് പ്രവചിക്കാം, സ്ത്രീകളോട് പ്രവചിക്കും. ഏറ്റവും വലിയ ഒരു ശുശ്രൂഷയായത് കേട്ടോ. വലിയ കൃപയുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ അസ്ഥികളോട് പ്രവചിക്കാം എന്ന് പറഞ്ഞാൽ. അകത്ത് ജീവനില്ലാത്ത ഒരു കൂട്ടത്തിന്റെ നടുവിൽ ശുശ്രൂഷ ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. മനസ്സിലായോ? സ്ത്രീകളോട് പ്രവചിക്കുക. നോ റെസ്പോൺസ്. പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഒരു പ്രതികരണമില്ല. പലപ്പോഴും നമ്മൾ ഇങ്ങനല്ലേ ദൈവം മുമ്പാകെ. ദൈവം എത്രയോ നാളുകൾ കൊണ്ട് സംസാരിക്കുക നമ്മളോട്. എത്രയോ നല്ല സന്ദേശങ്ങൾ അവൻ നമ്മെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണെന്നറിയാവോ?
ജീവിക്കാൻ. പക്ഷെ നമുക്ക് അനക്കമില്ല, ഒരനക്കമില്ല. അനേക ആലോചനകൾ, അനേക ദൂതുകൾ, അനേക വ്യക്തികളിലൂടെ ദൈവം നമുക്ക് തന്നോണ്ടിരിക്കുക. ഒറ്റ കാരണമേ ഉള്ളൂ, ഇതിന് ഉദ്ദേശം ഒന്നേ ഉള്ളൂ, ജീവിക്കണം. പിന്നെ സംഭവിച്ച് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. അടുത്തത് വായിച്ചാട്ട്. തുടങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പി. എങ്ങനെ കേൾക്കും? ചെവിയില്ല, ഒന്നുമില്ല. പക്ഷേ നിന്നെ കൊണ്ടൊരു ശുശ്രൂഷയുണ്ട്. നിന്നെ ഉപയോഗപാത്രമാക്കി അനുഗ്രഹിക്കപ്പെട്ടവനായി മാറ്റി നിർത്തുവാനുള്ള ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ്. അവസ്ഥ പരിശുദ്ധാത്മാവ് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ അഭിസംബോധന ചെയ്യുന്നത്. പച്ചയായ അസ്ഥികളെന്നല്ല പറയുന്നത്, ഉണങ്ങിയ അസ്ഥികളെന്ന്. ഒരു ജീവന്റെ അംശവും ശേഷിപ്പില്ലാത്ത അസ്ഥികളാണ്. യഹോവയുടെ വചനം കേൾപ്പിനടുത്ത വായിച്ചാട്ട്. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. എന്തിനു വേണ്ടിയാ? ജീവിക്കേണ്ടത്. ദൈവസഭയോടുള്ള ദൂതാണ്. വളരെ പ്രാർത്ഥനയോടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ കടന്നു വരുന്നു എന്നുള്ളത് അറിഞ്ഞപ്പോൾ മുതൽ ഉപവാസത്തോടെയാണ് ആ വിഷയത്തോട് വന്ന് തന്നെ ഞങ്ങൾ പ്രാർത്ഥനയോടെ ആയിരുന്നു. ഇന്ന് പകൽ എന്ത് ഈ ദൈവസഭയ്ക്കുള്ള ദൂതെന്ന് ദൈവത്തോട് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നു. ഇന്ന് പകൽ ദൈവം നമ്മോട് ഈ സഭയോട് വളരെ വ്യക്തമായി പറയുന്നു, ജീവിച്ചെഴുന്നേൽക്കേണ്ട നാളാണ്. അസ്ഥികളെ നിങ്ങൾ എന്ത് ചെയ്യണം? അടുത്ത വായിച്ചു. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച്. ഇത് വിശ്വസിക്കാൻ പറ്റുമോ? ഈ അസ്ഥികൾക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുമോ? അസ്ഥിക്കുള്ളിൽ ശ്വാസം വരുത്തുമെന്ന്. നിങ്ങളെ ഞരമ്പ് പൊതിഞ്ഞ് മാംസം വെച്ച് പിടിപ്പിച്ച് പിന്നെ നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. നിങ്ങൾ ശ്വാസം വരുത്തും. വിശ്വസിക്കാൻ സാധ്യമല്ല, പക്ഷെ ദൈവം അരുളി ചെയ്യും. നിന്നിലൊരു മാറ്റം നീ തന്നെ പ്രതീക്ഷിക്കുന്നില്ല. വളരെ വ്യക്തമായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇതൊക്കെ ശരിയാ പാസ്റ്ററെ, പക്ഷെ എന്നിലൊരു മാറ്റം ഉണ്ടാവാതെ എനിക്കൊരു വിശ്വാസമില്ല. ഈ സ്ഥിതി പോകുമെന്നല്ലാതെ എന്നിലൊരു മാറ്റം ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ആ നിലയിലല്ലേ നമ്മുടെ അവസ്ഥ ഇന്ന്? എന്തെങ്കിലും അത്ഭുതം നീ നിന്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ ആരെങ്കിലും പ്രതീക്ഷിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയട്ടെ, നീ പ്രതീക്ഷിക്കണം. അതിനുവേണ്ടി ദൈവം പറയുക. ഒരിക്കലും കേട്ട് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം ദൈവം പറയും. ഹല്ലേലൂയ. ഇതിന് ഞരമ്പ് വെച്ച് പിടിക്കുമെന്നോ മാംസം പിടിപ്പിക്കുന്നോ തൊക്ക് പൊതിയുമെന്നോ ഒക്കെ പറഞ്ഞാൽ ഇത് വിശ്വസിക്കാൻ പറ്റത്തില്ല. സാധ്യതകളില്ല, നടന്ന ചരിത്രമില്ലെന്ന് പറയാം. പക്ഷെ ദൈവമാ പറയുന്നത് കൊണ്ട് സംഭവിക്കും. ഇന്ന് ദൈവമാണ് അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഉണങ്ങിയ